സമൂഹത്തെ അല്ലെങ്കിൽ പ്രേക്ഷക ഹൃദയങ്ങളെ ആസ്വാദനത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാൻ കഴിയുന്നതാണ് സിനിമ. റെഡ് ടേപ്പ് എന്ന ചെറിയ സിനിമ പറയുന്ന വലിയ കാര്യങ്ങളാണ്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അണിയറ പ്രവർത്തകരുമായി പങ്കുവയ്ക്കാം. റെഡ് ടേപ്പ് എന്ന ഷോർട്ട് ഫിലിം, ആ ഫിലിം സംവിധാനം ചെയ്യാനും അതിൻ്റെ തിരക്കഥ ഇതൊക്കെ രചിച്ചതും സാബിത് തന്നെയല്ലേ? അപ്പോൾ തീർച്ചയായും അത് എന്തായിരുന്നു ഉദ്ദേശം? നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അപച്യുതി അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എടുത്തു കാണിക്കുക എന്നുള്ളതായിരുന്നു. തീർച്ചയായും നമ്മൾ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എൻ്റെ സുഹൃത്ത് അദ്നാൻ KP ആണ് ഈ സ്റ്റോറി എന്നത് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും, ഞാൻ ആദ്യം തന്നെ നമ്മുടെ അസോസിയേറ്റ് വിമലിനെ വിളിച്ചു, അവിടെ ഇങ്ങനെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്, അപ്പോൾ എന്താണ് അഭിപ്രായം? അപ്പോൾ അവനും പറഞ്ഞു എന്തായാലും ചെയ്യണം, നമ്മൾ ഇന്നത്തെ ചുറ്റുപാടിൽ ചെയ്യണം, നിർബന്ധമുള്ളൊരു സബ്ജക്റ്റാണ് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു വിത്തിൻ ഒരു 2 വീക്സ് കൊണ്ട് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വളരെ ഒരു എല്ലാ പ്രോസസ്സും ഒരു വിത്തിൻ ഒരു 1 മന്ത് കൊണ്ടാണ് നടന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലുണ്ടായ ഒരു എയിം വെച്ചാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതെന്തായാലും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ പോലീസും ഒരു സാധാരണക്കാരന് ഉണ്ടാകുന്ന ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം ഒരു ദിനംപ്രതി ജീവിക്കുന്ന ഒരാളെ എത്രത്തോളം ബാധിക്കുന്നുള്ളത് നമ്മൾ വളരെ ലേറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ പറയാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി കാണുന്ന ഓഡിയൻസാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം കൺവീൻസ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതെന്തായാലും ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുള്ളത്. നമുക്ക് ഇപ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടുന്ന ഒരു അവസ്ഥയാണല്ലേ? തീർച്ചയായും നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നലെ ഇന്നത്തെ ഒക്കെ പേപ്പറിൽ കാണുന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം, അതും രാഷ്ട്രീയ കാര്യമൊന്നുമല്ല, സുഹൃത്തുക്കൾ തമ്മിലാണ് ഇത്രയും അധികം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ചെറിയ ഈഗോ പ്രശ്നങ്ങൾ അത് കൂടാതെ ഇപ്പം അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പം നിങ്ങൾ ഈ സിനിമയെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് കാണുമ്പോഴത്തേക്ക് ശരിക്കും വല്ലാതെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നല്ല ലിറിക്സ് ആയിരുന്നു. ലിറിക്സ് ഇപ്പം ഒരു സോങ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ വൈഫാണ്, റാനിയ റജീബ് എന്ന് പറഞ്ഞ ഒരാളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഞാനാണ് ലിറിക്സ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇത് ഇഷാഖ് ഇബ്രാഹിം, MS തുരബി പറഞ്ഞ 2 പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സാണ്. പറഞ്ഞ ഒരാളും കൂടി ഒരു സോങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ ഒരു ടൈറ്റിൽ എൻഡിൽ വരുന്ന സോങ് ഉണ്ട്, പോവാന്ന് പറഞ്ഞിട്ട്. ആ സോങ് നമ്മളൊരു സുഹൃത്താണ് ഫാദർ ലിനോ പുത്തൻവീട്ടിൽ, പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. നീ തുണയായി തീരേണ്ടവർക്ക് ആരുണ്ടിനി കൂട്ടിന്, ആ കണ്ണീർ കണങ്ങൾ എങ്ങനെ തീർക്കും നാളെ. എന്തായാലും ഇപ്പോൾ ഈ സിനിമയുടെ ഒരു കാതലായ ഭാഗം എന്ന് പറയുന്നത് ശശി. ആ കഥാപാത്രം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ശശിയേട്ടാ, അത് സാധാരണഗതിയിൽ നമുക്കിപ്പം ഇപ്പോൾ ഒരു നാടകത്തിലാണ് അഭിനയിക്കുന്നതെങ്കിൽ നമുക്കുണ്ടായ ചെറിയ ഭാവമേധ മാറ്റങ്ങളൊന്നും നമുക്കത് ഒരു ഫീൽ ചെയ്യില്ല. പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് അടക്കുന്നത് പോലും എടുത്തു കാണിക്കും. അപ്പോൾ ശരിക്കും ശശിയേട്ടൻ ആ പ്രേക്ഷക ഹൃദയങ്ങൾ പിടിച്ചിരുത്തുക ചെയ്തിട്ടുള്ളത്. എന്താ അതിലൊരു സംതൃപ്തിയല്ലേ ഇത്? ആദ്യമായിട്ട് ഈ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രത്തിന് എനിക്ക് തന്നതിൽ ഞാൻ സംവിധായകനോട് എൻ്റെ നന്ദി കടപ്പാട് അറിയിക്കുന്നു. അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ പിന്നെ എന്നെപ്പോലുള്ള ഞാനൊരു നാടക പ്രവർത്തകനാണ്. ആ നാടക പ്രവർത്തന രംഗത്ത് ഇതുവരെ ഉണ്ടായ ഒരു മുതൽക്കൂട്ടാണ് ഞാൻ അത് ശരിക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അത്രയും പിന്നെ ജനങ്ങളെ മനസ്സിൽ എനിക്ക് തന്നെ ഇത്രമാത്രം ചെയ്ത് പിന്നെ നന്നായില്ല എന്നുള്ളത് ഡയറക്ടർ ഷൂട്ടിലടക്ക് തന്നെ പറയാറുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറ്റ ടേക്ക് ശേഷം തന്നെ വിളിക്കുക. കാരണം അധികം ഡയറക്ടറെയും ബുദ്ധിമുട്ടിക്കാതെ അത് ഇതിൻ്റെ എല്ലാം ഗുണം നാടകത്തിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് എന്നുള്ളതാണ് വലിയൊരു പറയാം. അതിന് മാത്രം എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തതിന്? ആരെയും കൊന്നിനാ? എന്തും പിടിച്ച് പറിച്ചനാ? എന്തിനാ സാറേ നമ്മളോടൊക്കെ ഇങ്ങനെ കാണിക്കും? തനിക്കെന്താടോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി ഇവിടെ കിടന്ന് ചലച്ചാ SI കാർത്തികാരാണെന്ന് നീ അറിയാം. സാറേ ഒരു മിനിറ്റ്, അലിക്കൊന്ന് പുറത്തിരിക്കേ, ഞാൻ ഇപ്പോൾ വരാം. പുറത്തിരിക്കും. ഒരു നമുക്ക് അഭിനയം മുന്നേ ഉള്ള ആ ഒരു കല നമ്മളൊന്നും കൂടി പരിപോഷിപ്പിക്കാം. ശശിയേട്ടനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ മൊത്തം ഒരു 5 ദിവസമല്ലേ ഷൂട്ട് ചെയ്ത്, 5-6 ദിവസത്തോളം ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസം 6 ദിവസം കൊണ്ടാണോ ഇത്? തീർച്ചയായും ഒരു 5 ദിവസം 4.5 ദിവസം കണ്ടിന്യൂസ് ഷെഡ്യൂളും പിന്നെ ഒരു ദിവസം നമ്മളൊരു പാച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5.5 ദിവസത്തോളം ഷൂട്ട്. അപ്പോൾ രണ്ടാമത്തെയും 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയിട്ട് അന്ന് രാത്രി 3 മണി വരെ ഷൂട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഞാനിവനൊക്കെ ഓക്കെയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഈ നന്ദനുണ്ട്, ശശിയേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ഒരു അങ്ങനെ ലിമിറ്റഡ് ആൾക്കാരുള്ള സീൻസിൽ.
അപ്പോൾ ഒരു മണിയൊക്കെ ആണെങ്കിൽ എനിക്ക് വിമലിന് ടെൻഷനാണ്, ശശിയേട്ടൻ ഇനി എങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കും, കാരണം പുള്ളി ഏജ്ഡാണ്. അപ്പോൾ പക്ഷേ പുള്ളി അങ്ങോട്ട് തുള്ളിക്കും. ഞാനൊരു 5 മിനിറ്റ് മുമ്പ് ശശിയോട് ചോദിക്കും, ചേട്ടാ സോറി ഇപ്പം തീർക്കട്ടെ ഇപ്പം തീർക്കട്ടെ. പക്ഷെ അത് ഏകദേശം ഒരു 3-3:30 വരെയൊക്കെ ആയി നമ്മളന്ന് പാക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അത്രയും അതായത് പുള്ളിയുടെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നമുക്കൊക്കെ ഏറ്റവും ടെൻഷൻ അതിനോടുള്ള ഒരു ആത്മാർത്ഥം കൂടി ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഞാനിവനും ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും, ശശിയേട്ടാ ഓക്കെ അല്ലേ, ശശിയേട്ടാ ഒരു അരമണിക്കൂർ പക്ഷെ ഞങ്ങൾക്ക് പറയാം ഇത് അരമണിക്കൂർ കൊണ്ട് തീരുവില്ല, 1 മണിക്കൂർ കൊണ്ട് തീരുവില്ല ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഈവൻ ആ ഷോട്ട് ഞങ്ങൾ മതിയെന്ന് പറയുന്ന വരെ ശശിയേട്ടൻ ചില സീൻസൊക്കെ നമ്മൾ ഷോട്ടൊക്കെ റീടേക്ക് പറയാം ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പുള്ളി ചെയ്യുന്ന ഓക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ ചിലപ്പം ലൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ശശിയേട്ടൻ ഒരു റീടേക്ക് കൂടി ഞങ്ങൾക്ക് ചെറിയ മടിയുണ്ടാവും, ശശിയേട്ടൻ ഇങ്ങോട്ടാ റീടേക്കല്ലേ പോവാം. ശശിയേട്ടൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കില്ല, പക്ഷെ അത്രയും കോപ്പറേറ്റീവായിട്ട് ശശിയേട്ടനുണ്ട്. കാരണം ഈ വർക്കിൽ ടോട്ടലി എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടായൊരു മനസ്സിൽ ശശിയേട്ടനാണ്. ബാക്കി എല്ലാവരും ചിലപ്പോൾ ഇന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളുണ്ടാവില്ല, അങ്ങനെ. ശശിയേട്ടൻ ആ ഒരു 5 ദിവസം കംപ്ലീറ്റ് ഞങ്ങൾ ഫുള്ളായിട്ട് ട്രോട്ട്. ഈ സിനിമ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാ അതിൻ്റെ ഒരു പിന്നണിയിൽ ഉള്ള പ്രവർത്തനം? പിന്നീട് ഇതേപോലെ തന്നെ കഥ നമ്മുടെ പ്രൊഡ്യൂസറുടെ കഥയായിരുന്നു. അപ്പം സാബിത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പം പിന്നീടുള്ളത് നമ്മുടെ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് നമുക്ക് ശശിയേട്ടനെ പോലത്തെ നല്ല ക്യാരക്ടേഴ്സിനെ കിട്ടി. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് മെയിനായിട്ട് ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കൊരു സന്തോഷം. കണ്ട ആൾക്കാരൊക്കെ ആരും മോശം പറഞ്ഞിട്ടില്ല. സാധാരണ ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങുമ്പം എന്തെങ്കിലും ഒരു ഫ്ലോ കണ്ടുപിടിക്കുന്ന ആൾക്കാർ നോക്കുക. ഇത് കണ്ട ആൾക്കാരും മോശം പറയുന്നൊരു ഇതുണ്ടായിട്ടില്ല. നല്ല പെർഫോമൻസ്, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന ആൾക്കാർ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സന്തോഷം. നമ്മളെടുത്ത എഫേർട്ടിന് നാട്ടുകാർക്ക് അതിനൊക്കെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സന്തോഷം കിട്ടുന്നത്. തനിക്ക് മാത്രം എന്താണോ പ്രത്യേകത? അങ്ങോട്ട് മാറ്റിയിട്. നിങ്ങൾ എവിടെയാ സാറേ നോക്കുന്നത്? ബാക്കിൽ ബ്ലോക്ക് ഞാനോട് സംസാരിക്കും. എന്തെന്നേ ബ്ലോക്ക് കാണുന്നില്ലേ? എന്താ കാര്യം എന്താ സാറേ? ഇയാൾ ബ്ലോക്കിനിടയ്ക്ക് റോങ് സൈഡ് കയറി വെച്ചോണ്ടാ ഇത്രയും ബ്ലോക്ക് ആയത്. ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് എടുക്കാൻ പോലെ സാറേ. പോയി ബ്ലോക്ക് താൻ കാണുന്നില്ലേ? അറിയാം സാറേ. പിന്നെ ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കണം, സ്റ്റേഷനിൽ പിടിച്ചിട്ട് പോകണ്ടേ? എന്ത് വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് മുഴുവൻ ബ്ലോക്ക് ആയി കാണുന്നില്ല. ഇവനൊന്ന് കണ്ടാ ഈ എന്റെ കയ്യിലുണ്ടാവും. വണ്ടി സ്റ്റേഷനിൽ വന്നെടുത്താൽ മതി. സാധനം ഓടിക്കണ്ട, വണ്ടി സ്റ്റേഷനിൽ വന്നെടുത്താൽ മതി. ഇല്ല സാറേ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ ഒന്നും ഡയലോഗ് എന്റെ അടുത്ത് വേണ്ട. നീ പോയി പണി നോക്ക്. നിങ്ങളൊന്ന് പറയാ പോലീസുകാരോട്. വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും. ഇതിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോഴേ ഇപ്പം ഓട്ടോ ഡ്രൈവറാണ് അതിൻ്റെ അകത്ത് മെയിൻ കഥാപാത്രമായിട്ട് വന്നത്. പോലീസൊക്കെ പിന്നീട് വരുന്നൊരു സംഭവമാണ്. അപ്പം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ആ സിനിമ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നത് പോലീസിൻ്റെ ഭാഗത്ത് 100% തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആ RC ഓണറെ ആ ഒരു പോയിന്റ് അതാണ് എനിക്ക് തോന്നുന്നത് ശരിയായ കഥാമാർഗമാണ്. കാരണം പോലീസിൻ്റെ ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ അവർക്കുള്ളൊരു ലൂപ്പ് ഹോൾ അവിടെയാണ്. ഇൻഷുറൻസും പൊല്യൂഷനും ഇവിടെ സാറേ വണ്ടി എടുത്ത് 8 മാസമേ ആയുള്ളൂ. ഇൻഷുറൻസും മറ്റു പേപ്പറൊന്നും കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എടോ തന്റെ പേരെന്തോ അലി എന്തോ അല്ലേ? ഇതിലെന്താ ജോഷി എവിടെ? ജോഷി എൻ്റെ ചങ്ങായിൻ്റെ മോനാ. 65 വയസ്സ് കഴിഞ്ഞാൽ ഫിനാൻസ് കിട്ടൂല. അതുകൊണ്ട് ജോഷിന്റെ പേരിലെ വണ്ടി എടുത്തേ. എടോടോ താൻ അതൊക്കെ ഞാനെങ്ങനെ വിശ്വസിക്കാം? ഇനി ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും പൊല്ലാപ്പെന്നും ഉണ്ടെങ്കിലോ? താ ഒരു കാര്യം ചെയ്യും, നാളെ ഉച്ച കഴിഞ്ഞ് ഒറിജിനൽ RCO ജോഷിയോ ആയിട്ട് വാ. വണ്ടി ഞാൻ കൈയോടെ തന്നുവിടാം. നമ്മൾ സത്യം പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി കൊടുത്തതാണ്. കാരണം നമ്മളൊരു ഫോഴ്സിന് നമ്മൾ കംപ്ലീറ്റ്ലി അവരെ അവർക്ക് അവരുടേതായ ശരികളുണ്ടാവും. നമ്മൾ അവസാനത്തെ സമയത്ത് ഫസ്റ്റ് നമ്മൾ ഈ സഖാവിനോട് ഈ SI യൂണിഫോം രീതി പറയും, ഞാനിട്ടിരിക്കുന്ന ഈ കാക്കിക്ക് എൻ്റെ ഒരു ന്യായമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ എല്ലാവർക്കും അവരുടെ ഓരോ കാര്യത്തിന് 2 വശങ്ങളുണ്ടാവും. നമുക്കിപ്പോൾ തെറ്റിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ അവർക്ക് ശരിയായിരിക്കും. അപ്പം നമ്മളത് പർപ്പസ്ഫുള്ളി, അതായത് ഈ SIൻ്റെ ഭാഗത്തും ഈഗോ ഉണ്ട്, പക്ഷെ എന്നാലും അതിനപ്പുറം അയാൾക്ക് വാദിക്കാൻ കുറച്ച് ശരികളുണ്ട്. പക്ഷെ ഒരു എൻഡ് ഓഫ് ദി ഈ മൂവിൻ്റെ അവസാനത്ത് നമ്മൾ ടോട്ടലി ആ പോലീസുകാരൻ്റെ ഉള്ളിലും ഒരു മനുഷ്യത്തുണ്ടുള്ളത് പറയും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആ ഫിലിമൊക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മൾ സമൂഹത്തിൽ ഒരു ശരിയായൊരു സന്ദേശം മീൻസ് ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ല തീർച്ചയായും. അപ്പോൾ ആ ആത്മഹത്യ എന്നുള്ള ആ ഒരു ലാസ്റ്റ് ടൈം കൊടുക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ശശിയേട്ടൻ ആ കഥാപാത്രം അവരുടെ ഭാര്യ, മോള് എല്ലാവരും തനിച്ചാക്കിയിട്ട് പോകുന്നു. അപ്പം അവർ പിന്നീട് എങ്ങനെ ജീവിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്ന ആ കഥാപാത്രം ശ്രദ്ധിക്കുന്നില്ല. ഒന്നത് അല്ലെങ്കിൽ വേണ്ട ഉപ്പ വളപ്പിത്തരാ മോളിൽ നാട്ടെ ആടിയില്ലേ. ഉപ്പാക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അല്ലേ മോളെ വിളമ്പിത്തരാൻ പറ്റുക.
മതിയാ, നല്ലോണം തിന്നണം കേട്ടാ. മതി മതി. എല്ലാവരും നല്ലോണം കഴിക്കണം. ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത്ര നന്നായി. നമ്മൾ എത്ര കാലമായി മക്കളെ ഒരുമിച്ചിരുന്ന് ചോറ് തിന്നിട്ട്. ഞാനിപ്പോൾ മനസ്സിലായുള്ള ആത്മഹത്യ പറഞ്ഞാൽ നമുക്കൊരു സഡൻ ഓഫ് ടൈമിൽ എടുത്തുള്ള ഡിസിഷൻസാണ്. അല്ല അത് അതെ അതെ. അപ്പോൾ ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റിസർച്ച് ആയിട്ട് എടുത്തൊരു 1-2 വിഷയങ്ങളുടെ എൻഡ് ഓഫ് റിസൾട്ട് ഇങ്ങനെ തന്നെ ഉണ്ടായത്. നമ്മളിപ്പോൾ സംഭവം ഏതാണ് നമ്മൾ എടുത്ത് പറയുന്നില്ല. നമ്മൾ 1-2 പ്രശ്നങ്ങൾ ഇതിനു വേണ്ടി ഒരു റിസർച്ച് പോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉണ്ടായത് ഇത് തന്നെയായിരുന്നു. പിന്നെ ഒരു സിനിമ എന്ന ലെവലിൽ ഞങ്ങൾക്കിപ്പോൾ ഇതൊരു മാസ് കാണിച്ച് നിർത്തുമ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ഒരു സിനിമാറ്റിക് പാക്കേജ് പോലെ ആയിപ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാനുള്ള രീതിയിലാണ്. അതായത് ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഒരു പുള്ളിയുടെ ഒരു കത്തിൽ പറഞ്ഞത് ധീരനായ ഉപ്പ് ഒരു ഭീരുവിനെ പോലെ വിളിച്ചോടാണ്. അതാണ് പുള്ളിയുടെ മകളോടും ഭാര്യയോടും എനിക്കിത് ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല, ഞാൻ ഒളിച്ചോടുകയാണുള്ളത്. അതപ്പോൾ നമ്മളതൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു സഡൻ ഓഫ് ആക്ഷനിൽ പുള്ളി ആ ക്യാരക്ടർ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ ആത്മഹത്യ എന്ന് പറഞ്ഞ പോയിന്റിനെ നല്ലതാക്കി കാണിക്കുന്നതല്ല. അത് മനുഷ്യന്മാരുടെ അവസ്ഥയാണല്ലോ, ഏത് മൊമെന്റിൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. അല്ല ശരിയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കൂടുന്ന ഒരു പ്രവണത അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാനുള്ളത്. തീർച്ചയായും ധീരനായ ഉപ്പ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുകയാണ്. ജീവിച്ച് കൊതിതീർന്നുകൊണ്ടുള്ള യാത്രയല്ല ഉപ്പയുടേത്. ജീവിക്കാൻ വേറൊരു പോംവഴിയും മുമ്പിലില്ലെന്ന് ആരൊക്കെയോ കുറച്ച് ദിവസങ്ങളായി തോന്നിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്. അത്രത്തോളം അടുത്തിരിക്കുന്നു മോളെ. ഉപ്പയോട് പൊറുക്കണം. നീതി നിഷേധത്തിൻ്റെ അവസാനത്തീര ഈ ഞാനാവട്ടെ. വൈകി കിട്ടുന്ന നീതിയും ഒരു തരത്തിൽ നീതി നിഷേധം തന്നെയാണ്. ഇനി ഒരലിയുണ്ടാവാതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ആ കുറിപ്പിൽ മാക്സിമം പുള്ളിയുടെ ഒരു സൈഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പുള്ളി അവസാനത്തെ എഴുതുന്നൊരു കത്തിൽ നമ്മൾ പറഞ്ഞു ധീരനായ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടുകയാണ്. ജീവിച്ച് കൊതി തീർന്നത് കൊണ്ടല്ല ഈ യാത്ര, ജീവിക്കാൻ ഇനി ഒരു വഴിയും ഇല്ലെന്ന്. ആ വഴി മുന്നിലില്ലാതെ ഒരു വ്യക്തിക്കാണതില്ലാതെ. അതെ അതെ. അതേസമയം നമ്മുടെ കുടുംബം അവിടെ വല്ലാവസ്ഥയാണ്. അതെ, അതൊരു തരത്തിൽ നമ്മൾ ഈ ഇനിയിപ്പോൾ ആത്മഹത്യക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കൂടി ചിലപ്പോൾ അതൊരു ചിന്തയാവും. ഇപ്പം നമ്മൾ ചെയ്താൽ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ പുള്ളി മരിച്ചതിന് ശേഷം നമ്മൾ കാണിച്ച കുറേ ഷോട്ടുകളിൽ പുള്ളിയുടെ മകളുടെ അവസ്ഥയും ഭാര്യയുടെ അവസ്ഥയൊക്കെ. അപ്പോൾ അത് ഒരു തരത്തിൽ ചേട്ടൻ നേരത്തെ ചോദിച്ച പോലെ സമൂഹത്തിന് എന്ത് കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഈ മരിച്ച ആൾക്കാർ അവരെ ബാക്കിയാക്കുന്ന ആൾക്കാർ ഇനി എങ്ങനെ ജീവിക്കും? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി ബാക്കിയുള്ള ഷോട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. കാരണം മകളുടെ ഫീലിങ്സും ഈ ഭാര്യയുടെ ഫീലിങ്സും കൂട്ടുകാരുടെ ഫീലിങ്സൊക്കെ അങ്ങനെ കൊടുക്കും. സർ, DYSP എന്നുള്ളത് അതിനായിട്ട് വെച്ച വേഷമാണ്. അതുകൊണ്ടല്ല, ഞാൻ പൊതുവേ ഇതേപോലെയാണ്. ഞാൻ എപ്പം മുടി മുറിക്കല് മീശ വെക്കലെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, മറ്റേ മോഡലിലെ മീശയിൽ ഞാൻ വെക്കലുണ്ട്. നമ്മളെ വീരപ്പൻ മോഡലുള്ള മീശയിൽ അതെൻ്റെ ദുബൈയിലുള്ളൊരു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബൈയിലുള്ളൊരു മധുരയിലുള്ള ഒരാൾ അങ്ങനെ വെച്ച് നടത്താം. അയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാളെ ഞാൻ ഇപ്പം കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ അയാളെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ ആ കൊറോണയുടെ സമയത്തെല്ലാം ഞാൻ അതേപോലത്തെ മീശ സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയെല്ലാം വെച്ച് നടക്കലുണ്ടായിരുന്നു. ആ സമയത്ത് പുറത്ത് ജോലി സംബന്ധമായ പോകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അങ്ങനെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത്. നമ്മളൊരു ആദ്യമായിട്ടാണ് ഫസ്റ്റാണ്. അല്ല, ഞാൻ അത്യാവശ്യം പണ്ടെല്ലാം നാടകത്തിൻ്റെ സ്കൂൾ പഠിക്കുമ്പോൾ ശശിയേട്ടൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് തന്നെയാണ് ഞാനത് തുടങ്ങിയത്. അതും പറയണല്ലോ. കാരണം മുതിർന്നാളെന്താ നമുക്ക് എന്തായാലും ചെയ്യണ്ടേ. കാരണം നമുക്ക് ആദ്യമായിട്ടല്ലേ, അവരാണ് സഹകരിക്കണ്ടേ. കുറേയോളം ഞാൻ സാരത്തിനോട് ചോദിച്ചത് അടുത്ത് ഓക്കെയാണെന്ന് ചോദിച്ചത്. ശശിയേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ കുഴപ്പമില്ല, നിങ്ങൾ നിൽക്കുക ചെയ്യുന്നൊക്കെ പറഞ്ഞു. ശശിയേട്ടനും മഹേഷ് ശ്രീലേഷ് എന്ന് പറയുന്ന അവിടെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാ. ഡയലോഗെല്ലാം നമ്മൾ കുറേ തെറ്റിക്കൊല്ലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കഥ കൃത്യമായിട്ട് സ്ഥാപിക്കാൻ അറിയാം. എന്നാലും നമ്മൾ അതിന്റെ ഒരു വിഷമം
ഇത് ക്യാമറയുടെ മുന്നിൽ നമ്മളെ കല്യാണത്തിന് മാത്രമേ നിന്നിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് ഇതേപോലെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവ് നമുക്കുണ്ട്. എന്തായാലും ഈ സിനിമയിൽ ആ പോലീസ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഉൾക്കൊണ്ടേ? ഉൾക്കൊള്ളാന്ന് പറഞ്ഞത് അതിൻ്റെതായ ഒരു കോലം ഓക്കെയാണ്. നമ്മളെ എന്നാലും അഭിനയൊന്നും അവിടെ ഒന്നും മോശമില്ല, നല്ല അഭിനയം, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അഭിനയമാണ്. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റും. ബാക്കിയെല്ലാം മറ്റുള്ള ആളല്ലേ, കണ്ട ആളുകളല്ലേ അഭിപ്രായം. ആരും മോശം പറഞ്ഞിട്ടില്ല, എല്ലാവരും നന്നായിട്ടുണ്ട്. ഞാൻ ആ SI ഒന്ന് വിളിക്കട്ടെ. അവിടുത്തെ CCTV ഫുട്ടേജും മറ്റും നോക്കിയിട്ട് ഞാൻ എന്താ വെച്ചാൽ ചെയ്യാം. സാറേ, അലീക്കയുടെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിൽ സാറിന് അറിയാലോ. അന്നന്ന് കിട്ടുന്നതിനെ കൂടെ ജീവിച്ചു വന്ന ആൾക്കാരാ സാറേ. മനസ്സിലായി. CM എന്ന് ജില്ലയിലുള്ള വിവരം അറിയാലോ. SI കാർത്തിക്കും മറ്റും അവിടെ ഡ്യൂട്ടിയിലാണ്. അതാ ഞാൻ നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഏതായാലും വൈകിട്ട് ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. വിളിച്ചിട്ട് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം. ഏതായാലും നാളെ രാവിലെ എന്നെ ഒന്ന് വിളിക്കാം. സാറേ, ഞാൻ രാവിലെ വിളിക്കാം. സാറേ, സാറിൽ നിന്ന് ഞാൻ അനുകൂലമായൊരു മറുപടി തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്കിറങ്ങാം. പോ. അതെ, അതിപ്പം നമ്മൾ ഈ പോലീസ് സേനയിൽ തന്നെ ജോലി ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ സിനിമയിലാവുമ്പോഴത്തേക്ക് ആ കഥാപാത്രം എന്താണോ അവിടെ നമ്മൾ അതാണ് ആവുന്നത്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയിലേക്കുള്ള ആ കഥാപാത്രത്തെ ഏത് രീതിയിലാണ് ഉൾക്കൊണ്ടത്, അതായത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആ കഥാപാത്രം മുഴുവനായുള്ള ആ മുഴുനീള കഥാപാത്രം ഏത് രീതിയിലാണ് നിങ്ങളെല്ലാം? എനിക്കതിൽ കൃത്യമായിട്ട് ഞാൻ മറ്റുള്ള ആളെ ഒരു ടോർച്ചർ ചെയ്യാത്ത പോലെയുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് തന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്തു തരാം എന്നുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള തന്നെ. മറ്റേ ഈ SI ചെയ്ത കഥാപാത്രം പോലെയല്ല എൻ്റെ കഥാപാത്രം എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു പ്രാധാന്യം അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റുള്ള ആളാണ് കണ്ട ആളാണ് പറയേണ്ടത് അതിനെ പറ്റി എത്രത്തോളം നല്ലത്. ഇനിയൊരു സിനിമയിൽ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, മുഴുനീള സിനിമയായിക്കോട്ടെ, ഇതേമാതിരി ഒരു കഥാപാത്രം കിട്ടുവാണെങ്കിൽ ശ്രമിക്കാം. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് വരട്ടെ, അന്നേരം നോക്കാം. അദ്ദേഹത്തെ രണ്ടാളെയും കാലോട്ട് എന്തിച്ചിട്ടുണ്ട് തീർച്ചയായും അത് ലഭിക്കുന്നതിന് നമുക്ക് വിചാരിക്കാം അല്ലേ? പിന്നെ അപ്പം അച്ഛൻ്റെ ഉപ്പയുടെ മോളായിട്ട് അഭിനയിച്ച ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒന്നും ചോദിച്ചിട്ടില്ല ഏട്ടാ. അപ്പോൾ പറ, എന്തായിരുന്നു ഈ സിനിമയിൽ ശശിയേട്ടൻ്റെ, അതായത് ആ കഥാപാത്രത്തിൻ്റെ മകളായി അനുഭവിച്ചപ്പോഴുള്ള ആ ഒരു ഫീലിങ്, ഉപ്പ മരണപ്പെട്ട സമയത്തുണ്ടാവുന്ന ആ ഒരു, അതൊക്കെ നമ്മൾ ശരിക്കും തീർച്ചയായും അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ നമ്മളിങ്ങനെ പോയിട്ട് അങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് അഭിനയിച്ച് പ്രേക്ഷക ഹൃദയങ്ങൾ ഏത് രീതിയിൽ ഏറ്റെടുക്കും എന്നുള്ളതിനാണ് അതിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. എന്താ എങ്ങനെ ആ ടൈം എന്നാൽ ഇവർ തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് സ്ഥാപിക്കും. ഇതിൽ എൻ്റെ ഉപ്പയും തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിന്. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പം എനിക്ക് അങ്ങനെ ഒന്നും അറിയൂല. അപ്പം എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് അപ്പാടിനെ ഓക്കെ പറഞ്ഞിനി. എന്താവുന്നൊന്നും അറിയില്ല, എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ പോയേ. അപ്പോൾ അവിടെ എത്തി എൻ്റെ ഫസ്റ്റ് ടേക്കെല്ലാം ഓക്കെ തുടങ്ങുന്ന ടൈം തന്നെ ഞാൻ നല്ല ടെൻഷനായിട്ടാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ട് ഉപ്പനോട് ചോദിച്ചു എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ച് ഓക്കെ ആക്കി, ഡയലോഗ് ഒന്ന് പറയാന്നെല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി. അങ്ങനെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് ഇവർക്ക് രണ്ടാൾക്കും താങ്ക്സ് പറയാനുള്ളത്. ഉപ്പ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഉപ്പ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. ഉപ്പ വെറുതെ അതും ഇതൊന്നും ആലോചിച്ച് BP കൂട്ടണ്ട, നാളെയല്ലേ ശരിയാവും. ഉമ്മ ഉറങ്ങിയ? ആ, ഉമ്മ ഉറങ്ങി. വാ, വന്നിട്ട് കിടക്ക്. കുറച്ച് കഴിയട്ടെ മോളെ. വാ ഉപ്പ, വാ വന്ന് കിടക്ക്. വാ ഉപ്പ. അപ്പോൾ ഉമ്മേൻ്റെ അഭിനയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അഭിനയം മാത്രമല്ല, ഉമ്മ എന്ന് പറയുന്ന ആ ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടർ അത് ഏത് രീതിയിലാണ് നമ്മൾ ഉൾക്കൊണ്ടത്? എനിക്ക് അവരായിട്ട് അങ്ങനെ വലിയ കണക്റ്റ് ആയിട്ടില്ല. പക്ഷേങ്കിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി സിനിമ ആ ഒരു സെറ്റപ്പിൻ്റെ അകത്ത് എല്ലാവരും ഓക്കെ ആയിരുന്നു. അത്യാവശ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ റിലീസ് ആവുന്നതിൻ്റെ ആ ഒരു ടൈം തന്നെ ഞാൻ സ്ഥാപിക്കാനെ വിളിച്ച് കുറേ ചോദിച്ചു ഓക്കെ അല്ലേ കണ്ടിനോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കണ്ട് എല്ലാവരും നല്ലത് പറഞ്ഞപ്പോൾ സന്തോഷം. അല്ല, ഇവിടെ നമ്മൾ മറന്നുപോയ ഒരാളുണ്ട്. മറന്നല്ല കേട്ടാ, കുറച്ച് കഴിഞ്ഞ് ചോദിക്കാന്ന് വെച്ചിട്ടാ. ഒരു ഓട്ടോൻ്റെ യൂണിഫോമിലായി വന്നിരിക്കുന്നത്. അപ്പോൾ പറ എങ്ങനെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെ അകത്ത് പിന്നെ ആ പ്രധാന കഥാപാത്രം ആത്മഹത്യ ചെയ്ത സമയത്ത് ആ ഒരു കടയുടെ ചുമരും ചാർന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ശരിക്കും അത്
ആരായാലും ഒന്ന് ഫീൽ ചെയ്ത് പോകുന്ന ഒരു ആ ഒരു പ്രത്യേക രംഗം തന്നെ. തീർച്ചയായിട്ടും കാരണം അതിനകത്ത് ഓവർ ആക്ടിങ്ങും ഇല്ല, അതേസമയം സാധാരണഗതിയിൽ നാച്ചുറലായിട്ടുള്ളൊരു അതിപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അതായത് ഒരു ചങ്ങാതി നഷ്ടപ്പെട്ടാലുണ്ടാവുന്നൊരു വേദന, അതാണ് അവിടെ അതിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ സീൻ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് 4 സീനുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു അഭിനയം. പോവാണോ നീ നിന്റെ പ്രാണന്റെ പാതിയെ തനിച്ചാക്കി, ആരാരും കൂട്ടില്ലാതെ 6 അടി മണ്ണിൽ നീ തനിച്ച. 30 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്, പിന്നെ ഏത് ഈ ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ട്. അപ്പോൾ ഞങ്ങളുടേതായ ഒരു സാർ എവിടുന്ന് എവിടുന്ന് ഓടിക്കുന്നത്? ഞാൻ കണ്ണാടിപ്പറമ്പ് ക്രിസ്ത്യൻപള്ളി പുല്ലുട്ടി എന്ന് പറയും. ഈ 10-30 വർഷം സംഭവം നടന്ന ഇതിൽ ഓട്ടോ സ്റ്റാൻഡായിട്ട് കാണിച്ചു തരും. അത് ഫുള്ളായിട്ടാ പുള്ളി സത്യം പറഞ്ഞാൽ നമ്മൾ പ്രൈമറി കാസ്റ്റിങ്ങിൽ ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു സോങ് ഷോട്ടിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ യൂസുഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി നമ്മുടെ പ്രൈമറി കാസ്റ്റിങ്ങിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു സോങ് കട്ടിന് വേണ്ടിയിട്ട് പുള്ളീനെ ആശ്വസിപ്പിക്കുന്ന ഒരു സുഹൃത്ത് വേണമെന്ന് ഉള്ളൊരു ജസ്റ്റ് ആ ഒരു ഷോട്ട് കണ്ടാൽ ചേട്ടന് മനസ്സിലാവും ആ സോങ്ങിൽ. അപ്പോൾ അത് വന്നപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ അന്ന് രാത്രി നമ്മൾ ചർച്ച ചെയ്ത് എല്ലാവരും ചെയ്ത ക്യാരക്ടറാണ് ഈ പുള്ളിയുടെ ക്യാരക്ടർ. ഒരൊറ്റ ഷോട്ടിന് വന്ന ആളെ നമ്മൾ ഈ നായകൻ്റെ മെയിൻ സുഹൃത്താക്കി മാറ്റി. അത് പുള്ളിയുടെ ആക്ടിങ് കാലിബർ കൊണ്ട് മാത്രം കേട്ടോ, വേറെ ഒന്നുമല്ല. പുള്ളി പെർഫോം ചെയ്തത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ അന്ന് രാത്രി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പാച്ച് ഉണ്ടായത് പറഞ്ഞാൽ കൂടുതൽ ഞങ്ങൾ പുള്ളിയുടെ ഷോട്ട്സിന് വേണ്ടിയിട്ടാണ് പാച്ച് വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത്, പക്ഷെ അത് വളരെ 4 സീനുകളേ ഉള്ളുവെങ്കിലും ഈ പുള്ളിയായിട്ടൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധമുള്ളൊരു ഫീല് കാണാൻ ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഒരു ഇമോഷനൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് പറഞ്ഞു. ഇപ്പോൾ പുള്ളീനെ അറിയുന്ന എനിക്കും പുള്ളിക്കും കുറേ കോമൺ ഫ്രണ്ട്സുണ്ട്, ഞങ്ങളൊക്കെ ഒരേ നാട്ടുകാരാണ്. അപ്പോൾ പലരും എടുത്തു പറഞ്ഞൊരു കാര്യം പുള്ളിയുടെ ആക്ടിങ്ങാണ്. ഇപ്പോൾ ശശിയേട്ടനൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആസ് ആൻ ആക്ടർ എന്നുള്ള പേര്, പക്ഷെ പുള്ളീനെ കുറിച്ച് ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ആൾക്കാർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയൊരു ഗിഫ്റ്റ് തന്നെയാണ് പുള്ളിയുടെ ആക്ടിങ്ങും പുള്ളിയുടെ ക്യാരക്ടർ. കാരണം സ്ക്രിപ്റ്റിൽ ഇല്ലാതൊരു ക്യാരക്ടറായിട്ടുള്ള അത്രയും പൊളിയാക്കി ആക്ടിങ് കൊണ്ട് നമ്മളെല്ലാവരും ഞെട്ടിച്ചളഞ്ഞു. അതൊരു ഭയങ്കര എല്ലാവരും മനസ്സിൽ തട്ടിയ ഒരു. ഇവർക്ക് ഓട്ടോ ഡ്രൈവർ എന്നുള്ള ആൾക്ക് അതിൻ്റെ സംഭാഷണമില്ല, പക്ഷേ ആക്ഷൻ മാത്രം, ആക്ടിങ് മാത്രം. ഒരു ഡയലോഗ് ഉണ്ട്. അത് ആ സമയത്ത് പിന്നെ പ്രധാന കഥാപാത്രത്തോട് പറയുന്നല്ല, അങ്ങനെ തോളി തട്ടി പറയുന്ന. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഒരാള് നഷ്ടപ്പെടുവാൻ പോകുമ്പോൾ ഉള്ള ഒരു അത് സീൻ ഓർക്കുന്ന, നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ആ സീൻ ഓർക്കുന്ന ആ കണ്ണട എടുത്ത് ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിച്ചളഞ്ഞു. അത് നമ്മളെ അടുത്ത് നമ്മളത്രയും ശരിയായില്ലെങ്കിലും ഇദ്ദേഹം അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. സാർ എങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ മറ്റുള്ള കാര്യങ്ങളും ഇതുവരെ നടന്നതും? റിലീസിങ്ങായി പ്രേക്ഷക ലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു സിനിമ ഷോർട്ട് ഫിലിം എന്നുള്ള നിലക്കല്ല ചോദിക്കുന്നത്. നമ്മൾ ഏത് സിനിമയായാലും, അത് മുഴുനീള സിനിമയായാലും ഷോർട്ട് ഫിലിം അല്ല. ഇനിയിപ്പോൾ നമുക്ക് സമൂഹത്തിലുണ്ടാകുന്ന അപച്യുതി എടുത്തു കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം ഷോർട്ട് ഫിലിമാണ്. അതായത് നമ്മൾ 2 മണിക്കൂർ 2.5 മണിക്കൂറുള്ള വലിയ സിനിമകളെക്കാൾ ഉപരി നമുക്ക് ചെറിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട് വലിയ സിനിമ മോശമെന്നല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ല, ആദ്യമേ അനുകൂലം പറഞ്ഞാലേ ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിൽ അതിനൊരു അവസരം തന്ന് സ്ഥാപിക്കുന്ന ടീമിനും താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ശശിട്ടൻ പറഞ്ഞാൽ നാടകം എന്നതൊരു ബാക്കിലുണ്ട് നമ്മളെ, അതുകൊണ്ട് പിന്നെ യൂണിഫോം ഇട്ട് ഞാൻ രാവിലെ മുതൽ ആ കസേരയിലുണ്ട്. വൈകുന്നേരം 5 മണി 6 മണിക്കായിട്ട് എൻ്റെ ഷോട്ട് എടുത്തത്. രാവിലെ മുതൽ ഞാൻ ആ കസേരയുണ്ട്. അത് മാനസികമായിട്ട് ഒരു പോലീസുകാരനാകാൻ വേണ്ടി എനിക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ വയസ്സ് ചേട്ടാ എന്തല്ല എന്താ ചേട്ടാ നമ്മളെ പോയനാട്ടാ. അപ്പോൾ എന്താ പറയുക, വേറെ ഒന്നും പറയുന്നില്ല. കാരണം കണ്ട ആൾക്കാരൊക്കെ ആ രീതിയിലുള്ളൊരു പ്രതികരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാലം ആവശ്യപ്പെടുന്ന പ്രതിഷേധമോ പ്രതികരണമോ എന്താ അതിൻ്റെ പേര് പറയാനല്ല, അതിൻ്റെ ഉള്ളൊരു ഭാഗമായി നിൽക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ള സന്തോഷമാണ്. അത്രയും സന്തോഷമുണ്ട്. പിന്നെ ഈ ടീം, അതിൻ്റെ ഒരു ബാക്കിലുണ്ടായ ഒരു ടീമിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും റെഡിയായി, ഏത് സമയത്ത് എന്ത് പറഞ്ഞാലും അത്ര ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു.
എന്തിനും റെഡി ആയിട്ട് ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടും നമുക്കതിന് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ല, പക്ഷേ നമ്മുടെ ഒക്കെ ഉള്ളൊരു ആ കൂട്ടായ്മയാണ് അതിന്റെ വിജയം. പേരിട്ട് പറയാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ ഈ വർക്ക് ഓണായത് തൊട്ട് ഇവൻ ഇപ്പോൾ റിലീസിൻ്റെ ഇപ്പം ഇന്ന് അവനില്ലാണ്ടല്ലോ, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവനുണ്ട്. അവൻ ഈ നമ്മൾ ഈ ഫിലിമായിട്ട് ഒരു റിലേഷനും ഇല്ല. ആസ് എ ഫ്രണ്ട് എന്ന നിലയിൽ അവൻ ഈ സിനിമ നമ്മൾ ഓണാക്കിയത് തൊട്ട് ലാസ്റ്റ് നമ്മൾ തിയേറ്ററിൽ പ്രിവ്യൂ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അന്നത്തെ അവിടുത്തെ കാര്യങ്ങളടക്കം അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഫഷൻ കൺട്രോളറായിട്ടുണ്ടായ ആളാണ്. അപ്പോൾ അങ്ങനെ ഓരോ പേര് ഇപ്പോൾ അമീൻ നമ്മുടെ ആധാരക്കാരുള്ള അമീൻ, അവനിങ്ങനെ ആ ഡയറക്ഷൻ ഒന്നും അവനറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന ചില സാധനങ്ങൾ വേണം, നമ്മളതിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് അവന് കൊടുത്താൽ ആ ഷോട്ട് പോകുമ്പോൾ കഥ അവിടെ റെഡി ആയിരിക്കും. ഇത് കഴിയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു മയ്യത്തും കട്ടിൻ്റെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ തലേന്ന് രാത്രി ജസ്റ്റ് നമ്മൾ നാളെ ഇങ്ങനൊരു ഷോട്ടും കൂടി വന്നാൽ അടിപൊളി ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സെറ്റാക്കുക. അപ്പോൾ ഇവനുണ്ട്. അപ്പോൾ ഇവൻ ചോദിച്ചത് എങ്ങനെ പ്രാക്ടിക്കലി വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പം പിറ്റേന്ന് രാവിലെ നമ്മൾ വേറെ ഷൂട്ടിന് പോയി. വൈകിട്ട് ഒരു 5 മണിക്കേക്കാണ് നമ്മൾ ആ ഷോട്ട് പ്ലാൻ ചെയ്തത്. നമ്മൾ 5 മണിക്ക് ലൊക്കേഷനിൽ എത്തുമ്പോഴേക്ക് 2 പട്ടിയെ കഷ്ടപ്പെടുത്തിട്ട് ഇവൻ വരുന്നത്. നീ ഇതിലെന്താ കാണിക്കാൻ മതി. ഇവൻ 4 PVC പൈപ്പ് എടുത്ത് ബെൻഡാക്കി ഇട്ടുകൊണ്ട് ഈ 2 പട്ടിയെ കാണി ഇടിച്ച് വെച്ചു. PVC പൈപ്പ് എടുത്ത് ബെൻഡാക്കി ഇട്ട് അതിൻ്റെ മുകളിൽ പച്ച തുണിയും വെച്ചിട്ട് മയ്യത്തും കട്ടിലാക്കിയിട്ടാണ്. അത് ആ ഷോട്ട് കാണുമ്പോൾ ഒരാൾക്ക് പോലും മനസ്സിലാവില്ല അത് ചീറ്റ് ചെയ്താണുള്ളത്. അതങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും ഇപ്പം നമ്മളിപ്പോൾ ആ സ്റ്റേഷൻ്റെ അകത്ത് വന്ന ഓരോ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന ഓരോരുത്തർ. അപ്പം ചില ആൾക്കാരൊക്കെ രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 5:30 വരെ നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ ഫുൾ ടൈം അവരവിടെ ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് അന്ന് വൈകിട്ട് ചിലപ്പോൾ ഒരു ഷോട്ട് എടുത്ത് ചിലപ്പോൾ ഡയലോഗുകളില്ലാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഒരു നാട്ടുകാരുണ്ട്, പുല്ലൂപ്പി, പാറപ്പുറം, കണ്ണാടിപ്പറമ്പ് നാട്ടുകാര. അപ്പോൾ ഈ സിനിമ മുഴുവൻ എടുത്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഒരു 90% കണ്ണാടിപ്പറമ്പ് തന്നെയാണ്. ബാക്കിയുള്ള ക്ലൈമാക്സ് പോർഷനിലെ കുറച്ച് ഏരിയകൾ നമ്മൾ കണ്ണൂർ ടൗണും അങ്ങനത്തെ 1-2 ഇന്റീരിയർ ലൊക്കേഷൻസ് ഔട്ട്ഡോറൊക്കെ ഉണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ഒരു 90% കണ്ണാടിപ്പറമ്പ് തന്നെ. ആ നാട്ടുകാരുടെ സഹകരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇനിയൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലുള്ളതെന്നല്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിം പോലെയുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സമൂഹത്തിന് വേണ്ടി, അതായത് പ്രത്യേകിച്ച് യുവതലമുറ വഴിതെറ്റിപ്പോണ ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ശരിക്കും ഭയപ്പെടുത്തുന്നതാണത്. അപ്പം അവർക്ക് കൂടി ഒരു പ്ലസ് പോയിന്റ്, ഒരു പോസിറ്റീവ് മൈൻഡ് വരുന്ന രീതിയിലുള്ള ഒരു സിനിമ ചെയ്യാൻ സാബിത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ശശിയേട്ടൻ ഇനിയും നല്ല ക്യാരക്ടറും ഇതൊക്കെ ചെയ്യാൻ യാതൊരു സങ്കോചവും ഇല്ലാതെ ഏറ്റവും നല്ലതായി തന്നെ ചെയ്യാൻ ഇനി അങ്ങോട്ടും കഴിയട്ടെ. ഇത് ഷോർട്ട് ഫിലിം മാത്രമല്ല, ശശിയേട്ടൻ ഇനി ഒരു വലിയ സിനിമ തന്നെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ നിങ്ങൾ ഈ ലൊക്കേഷനിൽ എല്ലാവരും ഈ പറഞ്ഞ് കേട്ടെടുത്തോളം ഏറ്റവും സെറ്റപ്പായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനം തന്നെയാണ് ഈ ചെറിയ സമയം കൊണ്ട് വലിയൊരു സമൂഹത്തെ അല്ലെങ്കിൽ പ്രേക്ഷക ഹൃദയങ്ങളെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശശിയേട്ടാ പറയും. അല്ല, ഇത് പറയുമ്പോൾ തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞു, ഈ സിനിമേൻ്റെ ഭാഗവാക്കായ എല്ലാവരും, അത് വെറുതെ ഇരിക്കുന്ന ആൾ പോലും വളരെ ഭംഗിയായി അവർക്ക് കൊടുത്ത റോള് നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് ക്യാമറേൻ്റെ കാര്യമായാലും ഏത് ഒരു കോണില്ല കൂടി. ഇപ്പോൾ ഇതിനോടൊക്കെ ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞത്, സിനിമ കണ്ടിട്ട് പറഞ്ഞു വെച്ചാൽ, ആ അമ്മ ഡയലോഗൊന്നുമില്ല, പക്ഷെ അമ്മ അവർ പുഞ്ചിരിക്കുന്ന ചെറിയൊരു സമയമുണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അതൊരു അസാധ്യ ഷോട്ടാണ്. അവർക്കും ഡയലോഗൊന്നുമില്ല, ഒരു അസാധ്യ ഷോട്ടാണ്. അതുപോലെ തന്നെ ഈ പിന്നെ SI പിന്നെ ഇറങ്ങിയപ്പോൾ ഇപ്പം പിന്നെ നാളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഓട്ടോൻ്റെ ഷീറ്റ് സൈഡ് കർട്ടൻ താത്തിട്ടിട്ട് പിന്നെ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മാറുമ്പോൾ പോലീസുകാരൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞ ഒരു അസാധ്യ ഷോട്ടാണ്. ശരിക്കും മനസ്സിലെ ആളുകളെ മനസ്സ്, ആ മ്യൂസിക്, ആ BGM വരുമ്പോൾ പറഞ്ഞാൽ ശരിക്കും ആളെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ സ്പർശിക്കുന്ന രീതി. സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ. ശശിയേട്ടൻ അയച്ച ഞാൻ സ്പോട്ടിലൊന്ന് ഓടിച്ചു നോക്കിയതാണ്. പക്ഷേ അതൊക്കെ മുഴുവൻ എൻ്റെ മനസ്സിലങ്ങ് തങ്ങിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രക്കും ഫീൽ ചെയ്യുന്ന രംഗങ്ങളായിരുന്നു. മാത്രമല്ല നമ്മൾ ഇന്ന് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും കൂടിയാണ്. അപ്പോൾ അതാണ് ഒരു പിന്നെ നമ്മളെ SI ഒരസാധ്യ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്. കാരണം SI ആയിട്ട് അഭിനയിക്കാൻ വന്ന കാർത്തിക് ശരിക്കും പറഞ്ഞാൽ മൂപ്പര് 2 മനസ്സാണ്. ഞാനിത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു സംശയം. കാരണം അത്രയും ഒരു പിന്നെ ഇതായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത്. ഭയ സാബിതും നമ്മളെല്ലാം പറഞ്ഞ് പിന്നെ കാർത്തിക നിങ്ങൾ ഓക്കെയാണ്,
ഫുൾ ഓക്കെ നിങ്ങൾ ചെയ്തോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ കുറച്ചും കൂടി ഇതായിട്ട് നിന്നിട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്താണെന്നറിയാം, നമ്മളെല്ലാം കവച്ച് വെക്കുന്ന രീതിയിലുള്ള നല്ല അഭിനയമാണ് കാഴ്ച വെച്ചത്. അതിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ അല്ലേ, ലാസ്റ്റ് ടൈം പറയുന്നുണ്ടല്ലോ പറ്റിപ്പോയടാ പറയുന്നുണ്ടല്ലോ. അത് വിത്ത് ഓൾ ദി റെസ്പെക്ട് സാർ, ഇത് കുറച്ച് കൂടിപ്പോയി. ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യം നമുക്കില്ലായിരുന്നു. പറ്റിപ്പോയി മനുഷ്യൻ. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മഹേഷായിട്ട് അഭിനയിച്ച ശ്രീലക്ഷ്മി, ശരിക്കും പറഞ്ഞാൽ സാബിതൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ശ്രീലക്ഷാണ് പറയുന്നത് ഇങ്ങനെ ഒരാളുണ്ട്, അമ്മൂപ്പര് അഭിനയിച്ചാൽ ഒരു മോശമല്ല. ആ ക്യാരക്ടറിലേക്ക് ആദ്യം ഇതിലേക്ക് ഇന്നായത് നമ്മുടെ ശ്രീലേഷാണ്. അതായത് ഈ സഖാവ് മഹേഷിന്റെ റോൾ ചെയ്ത ആളാണ് നമ്മുടെ സിനിമയിൽ ആദ്യം ഇന്നായത്. മഹേഷ സാർ പറഞ്ഞ കാക്കിയുടെ ന്യായമില്ലേ, അത് ഞങ്ങളൊരു 3 വർഷം തുണിയിലാക്കിയിട്ട് ഖബറടക്കാൻ പോകും സാറേ. സാറിന് സമയം വന്ന് കാണ്. പിന്നെ ചില സമയത്ത് ന്യായത്തിനേക്കാളും മേലെ സാറേ നീതി. ഞാൻ സാറിന് മനസ്സിലാക്കി തന്നോളാം. അന്ന് തന്നെ അടുത്ത സ്പോട്ടിൽ ഇന്നായത് കാർത്തികായിട്ട് ഇതുവരെ അഭിനയിച്ച ഒരു സാധനം പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഈ ഒരു പോലീസുകാരൻ നമുക്ക് ഒരു അറ്റ് ടൈം ഒരു ക്രൂരനാണെന്ന് തോന്നണം, അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ഫീല് വരണതുകൊണ്ട്. അപ്പോൾ ഈ കാർത്തികേട്ടൻ്റെ ഫേസ് എൻ്റെ മെയിലുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാതിരാക്ക് 1:30 2 മണിക്കെങ്ങാനും കാർത്തികേട്ടനെ വിളിക്കണം. കാർത്തികേട്ട ഉറങ്ങി വെച്ചില്ല, പറ ഒരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമോ? പുള്ളി പറയാ ചെയ്യാടാ. പുള്ളി ക്യാരക്ടർ എന്തായാലും കേട്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് ഇതിനോട് താല്പര്യമുണ്ട്. പുള്ളി ഓൾ കേരള മോഹൻലാൽ ഫാൻസിലുള്ളതാണ്. അപ്പോൾ സിനിമയോട് ഭയങ്കര ക്രൈസാണ്. അപ്പോൾ പുള്ളി സ്ക്രിപ്റ്റ് പോലും കേൾക്കാതെ ഇന്നായി. സത്യം പറഞ്ഞാൽ ഇവരാരെയും വിളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് പോലും ഇല്ല. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന അത്ര. പക്ഷെ നമ്മൾ ക്യാരക്ടർ ലോക്ക് ചെയ്തു. ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ച് പോവുക. ഒരു മൺലൈനൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ടിന് 2 ദിവസം മുമ്പാണ് എക്സാക്റ്റ് സ്ക്രിപ്റ്റ് ഡയലോഗ് വേസ് ഞങ്ങൾ തീർത്തത്. അപ്പോൾ കാർത്തികേട്ട് ഇന്നായി. പക്ഷേ ഈ അലി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളൊരു 3-4 ആൾക്കാരെ നോക്കി, പക്ഷെ നമുക്കൊരു വർക്കാകുന്നില്ല. അങ്ങനെ ശ്രീലേഷേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ വേറൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പോൾ പുള്ളി ഒന്ന് കണ്ടുനോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശശിയേട്ടനെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് ലോക്ക് ചെയ്ത്. ഇപ്പോൾ ഇവൻ എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പം നന്ദന, പിന്നെ ഇതിലിപ്പോൾ നമുക്ക് എടുത്ത് പറയേണ്ട ഒരാൾ നമ്മുടെ എഡിറ്ററാണ് ആദിശങ്കർ. ഇല്ല, അവൻ കൊച്ചിയിലാണ്, കൊച്ചി ബേസ്ഡാണ്. അപ്പം ആള് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് വർക്ക്. ആള് സിനിമയിൽ സ്പോട്ട് ട്രസ്റ്റിൻ്റെ എഡിറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആള് വഹിച്ചൊരു പങ്ക് ചെറുതൊന്നുമല്ല. നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 3-3.5 മാസത്തോളം നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം കിട്ടിയിട്ടുണ്ട്. എഡിറ്റ് അത്രയും വേർഷൻസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവൻ നമ്മുടെ ഫൈനൽ ഔട്ട് പിന്നെ ഗുഡ് വില്ലിന് വേണ്ടി നമ്മൾ ഔട്ട് കൊടുക്കുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ഞങ്ങൾ ഔട്ട് മാറ്റി അടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വേർഷൻ നമ്മൾ ചെയ്ത് ഓക്കെ ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ന ചോട്ടം ആലോചിക്കുന്ന സമയത്ത് അപ്പോൾ അവൻ എവിടെയൊക്കെ കട്ട് ചെയ്യണം, എവിടെയൊക്കെ ആഡോ ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറം ഒരു പരിധി അവൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആദിശങ്കർ നമ്മളെ മിച്ചു എന്നാണ് വിളിക്കാറ്. അപ്പോൾ അവൻ ചെയ്തു വെച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഇപ്പം ഞാൻ വിമലും ഈ വർക്ക് റിലീസായ ശേഷം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അവനെന്തായാലും നമുക്ക് കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഞങ്ങളൊരു 3-4 ടീമായിട്ട് സംസാരിച്ച്, പക്ഷേ അവരെ വർക്ക് ഞങ്ങൾക്ക് ഓക്കെ ആകുമ്പോൾ അവരെ ബഡ്ജറ്റ് ഞങ്ങൾക്ക് ഓക്കെ ആവില്ല. ഷോർട്ട് ഫിലിമാണ്, നമുക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റിനുള്ളിൽ ചെയ്ത് തീർക്കുകയും വേണം. അങ്ങനെയാണ് ഇഷാക്കിലേക്ക് എത്തിയത്. ഇഷാക്കും MS തുരുവി അതിഗംഭീരമായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്ന ക്ലൈമാക്സ് ഏരിയ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇമോഷണലി കണക്ട് ചെയ്തത്. അതായത് അതുവരെ ഉണ്ടായ പല ലൂപ്പ് ഹോൾസും ആൾക്കാർ മറന്ന് ടോട്ടലി നല്ല വർത്താനം പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം മ്യൂസിക് തന്നെയാണ്. പിന്നെ നമ്മൾ റിജിലിനെ കുറിച്ച് പിന്നെ ഞങ്ങൾ എടുത്തു പറയില്ല. ആൾ ത്രൂഔട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് ക്യാമറമാൻ. അപ്പം ഇവരൊക്കെ പരാമർശിക്കാതെ ഓൾറെഡി ഈ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ അടിസ്ഥാനം. ഇപ്പം ഇതൊരു സൂപ്പർ വിജയമാണെന്ന് തന്നെ പറയാം. ഇത് ഞാൻ പറയുന്നതല്ല, ആ പ്രേക്ഷക ഹൃദയങ്ങളോ അല്ലെങ്കിൽ അവരെ പ്രേക്ഷകരുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും നല്ലൊരു സിനിമ തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞു നോക്കുന്ന ഒരു കാര്യം ചേട്ടാ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിന്നെ നമ്മളെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു നയം തന്നെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നാണ് പറയുന്നത്. തീർച്ചയായും അല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന മൂല്യച്ഛതകളെ തുറന്നു കാണിക്കുന്നതിനോട് തന്നെ സിനിമ വന്നത്. അതായത് ആ സിനിമയിൽ തന്നെ നമ്മൾ എഴുതി വെച്ചാൽ എന്താ, വൈകി കിട്ടുന്ന ഓരോ നീതി നിഷേധമാണ്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ ഇതിപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മോശക്കാരല്ല. എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ ഒരു ഫയല് ഒരാഴ്ച വൈകിപ്പിച്ചിട്ട് അയക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്ന എല്ലാ വിഭാഗത്തിലുണ്ട്. പക്ഷേ
ഇത് പിന്നെ ഇപ്പം നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഡയറക്ടറൊക്കെ. അപ്പോൾ അതുകൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ നമ്മളെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണ് വേണ്ടത്. അതോടൊപ്പം സിറ്റി ചാനലിലും തീർച്ചയായും സിറ്റി ചാനൽ നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഇതേപോലുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം കലാകാരന്മാരെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കാറുണ്ട്. എന്തായാലും എല്ലാവരും നമ്മളെ ഈ ഒരു കൂട്ടായ്മ ഇനിയും തുടരട്ടെ എന്നുള്ള ആശംസ മാത്രമല്ല സിറ്റി ചാനലിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും. ഓക്കെ തീർച്ചയായിട്ടും. ഓക്കെ ശരി ശരി ഓക്കെ ശരി. സമൂഹത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായുള്ള എല്ലാ സന്ദർഭങ്ങളെയും ഒരു പരിധിവരെ പത്രദൃശ്യ മാധ്യമങ്ങളായാലും സിനിമാ മേഖലയായാലും സിനിമയായാലും ഏത് രീതിയിലുള്ളതായാലും നമുക്കത് എടുത്തു കാണിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അതിലേറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്നത് സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഈ 20 മിനിറ്റോ 25 മിനിറ്റോ നീളുന്ന ഷോർട്ട് ഫിലിമാണ്. ഇതേപോലുള്ള റെഡ് ടേപ്പ് പോലുള്ള ഷോർട്ട് ഫിലിമുകൾ ഇനിയും സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കട്ടെ. അതിൻ്റെ അകത്തുള്ള ആ ഒരു മാറ്റങ്ങൾ, സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ വെച്ചുതി, നല്ലത് എല്ലാം എടുത്തു കാണിച്ച് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. റെഡ് ടേപ്പിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇനിയും നല്ല സിനിമ പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.